ജയസൂര്യയോടൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഒന്നിക്കുന്ന മേരി ആവാസനോ തിയേറ്ററുകളിൽ. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തുടരന്വേഷണത്തിലെ അറസ്റ്റ് തെളിവ് നശിപ്പിച്ചതിന് പിടിയിലായത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലെ VIP. ശരത്തിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴി കളവെന്നും ശരത്. കല്ലിടലില്ല. സാമൂഹിക ആഘാത സർവേക്ക് GPS സംവിധാനം. ഭൂ ഉടമകൾക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കും. റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതിനിടെ. സിൽവർ ലൈൻ കല്ലിടൽ നിർത്തിയത് ജനകീയ പ്രതിരോധത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനവികാരത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയെന്ന് BJP. സർവേ രീതി മാത്രമാണ് മാറ്റിയതെന്ന് EP ജയരാജൻ. മഞ്ഞക്കുറ്റിക്ക് ആദരാഞ്ജലി എന്ന് K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് എന്തു പറ്റിയെന്നാണ് സംശയം. കല്ലിടൽ നിർത്തിയത് തെരഞ്ഞെടുപ്പ് ഭയം കൊണ്ടാവാമെന്നും K സുധാകരൻ. ഇതുപോലൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലെങ്ങുമില്ലെന്നും KPCC അധ്യക്ഷൻ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ്. സിൽവർ ലൈനും അക്രമ രാഷ്ട്രീയവും അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ച് നിലപാട് സ്വീകരിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും ഉപതെരഞ്ഞെടുപ്പെന്നും സാബു M ജേക്കബ്. അരവിന്ദ് കെജ്രിവാളിന് കേരളത്തിലെ സാഹചര്യം അറിയില്ലെന്ന് V മുരളീധരൻ. തൃക്കാക്കരയിൽ 2020 ആം ആദ്മി സഖ്യത്തിന്റെ വോട്ട് അഭ്യർത്ഥിച്ച് K സുധാകരൻ. തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടിനും ഭ്രഷ്ട് കൽപ്പിക്കാനാകില്ലെന്ന് KPCC പ്രസിഡന്റ്. ശത്രുക്കളുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്നും K സുധാകരൻ. തൃക്കാക്കര UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ശിവഗിരിയിൽ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുമായി കൂടിക്കാഴ്ച നടത്തി. PT തോമസ് എന്നും സത്യത്തിന്റെ പാതയിൽ ഉറച്ചുനിന്നെന്ന് സ്വാമി സച്ചിദാനന്ദ. തൃക്കാക്കരയിൽ മന്ത്രിമാർ ജാതി നോക്കി വീട് കയറുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിനെതിരെ CPIM. VD സതീശന്റെ ആരോപണം ശുദ്ധ അസംബന്ധമെന്ന് M സ്വരാജ്. പ്രതിപക്ഷ നേതാവ് വർഗീയമായ ചിന്താഗതി ഇളക്കിവിടുന്നുവെന്ന് EP ജയരാജൻ. കോൺഗ്രസ് ജാതിയിലും മതത്തിലും വർഗീയതയിലും കുളിച്ചു നിൽക്കുന്നുവെന്നും വിമർശനം. തൃക്കാക്കരയിൽ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് LDF കൺവീനർ EP ജയരാജൻ. വികസനത്തെ പിന്തുണക്കുന്നവർക്ക് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാം. 2020 ആം ആദ്മി സഖ്യത്തിന്റെ നിലപാടുകൾ ഇടതുപക്ഷ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് M സ്വരാജ്. സാബു M ജേക്കബിനെ പരിഹസിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് PV ശ്രീനിജൻ MLA. മാപ്പ് പറയണമെന്ന സാബു M ജേക്കബിന്റെ ആവശ്യത്തെ പരിഹസിച്ചായിരുന്നു PV ശ്രീനിജൻ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തരണമെന്നായിരുന്നു പോസ്റ്റ്. കെജ്രിവാൾ കേരള രാഷ്ട്രീയത്തെ ചെറുതായി കാണരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തൃക്കാക്കരയിലെ 4ാം മുന്നണി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് വിമർശനം. ആരോഗ്യമന്ത്രി ചിറ്റയം പോര് LDF ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും കാനം രാജേന്ദ്രൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മൺസൂൺ മേഘങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ബംഗാൾ ഉൾക്കടലിലും എത്തിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മഴക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി. പാലക്കാട് എക്സൈസ് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കൈക്കൂലിപ്പണം പിടിച്ചു. ഷാപ്പ് ലൈസൻസ് പുതുക്കാനുള്ള കോഴപ്പണമെന്ന സൂചന. റെയ്ഡ് നടത്തിയത് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം. ബുദ്ധപൂർണിമ ദിനത്തിൽ നേപ്പാളിലെ ലുംബിനിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന ബുദ്ധ പൈതൃക കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ ബന്ധം ഹിമാലയം പോലെ ഇളകാത്തതെന്ന് പ്രധാനമന്ത്രി. മലപ്പുറത്തെ റിട്ടയർഡ് അധ്യാപകനും CPIM നേതാവുമായ ശശികുമാറിനെതിരെ ഒരു പോക്സോ ഉൾപ്പെടെ 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെ ലഭിച്ച പരാതിയിൽ. നേരത്തെയുള്ള പരാതിയിന്മേൽ 3 കേസുകൾ കൂടി എടുത്തു. നടിയും മോഡലുമായ ഷഹാനയുടെ മരണത്തിൽ തെളിവെടുപ്പ് നടത്തി ഫോറൻസിക് സംഘം. ആത്മഹത്യയെന്ന നിഗമനത്തിൽ പരിശോധനാ സംഘം. പ്രതി സജാദിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. സൈലന്റ് വാലിയിലെ വനംവകുപ്പ് വാച്ചർ രാജന്റെ തിരോധാനത്തിൽ ദുരൂഹതയെന്ന് മകൾ രേഖ 24-നോട്. മാവോയിസ്റ്റ് സാന്നിധ്യം പരിശോധിക്കണമെന്ന ആവശ്യം. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും കുടുംബം. കാട്ടിലെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി വനംവകുപ്പ്. കോഴിക്കോട് പോലീസ് ഇൻസ്പെക്ടർ ചമഞ്ഞ് തട്ടിപ്പ്. നടക്കാവ് CI ആണെന്ന വ്യാജേന കണ്ണൂർ സ്വദേശികളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്തു. തട്ടിപ്പ് നടത്തിയ കണ്ണൂർ പിലാത്തറ സ്വദേശി K ഇഖ്ബാൽ അറസ്റ്റിൽ.
മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായ മുൻ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. അനധികൃത മരമുറിക്ക് കൂട്ടുനിന്ന കുറ്റത്തിനാണ് മുൻ വില്ലേജ് ഓഫീസർ കെ അജിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. കല്ലാങ്കുഴി ഇരട്ടക്കൊലപാതക കേസിൽ 25 പ്രതികൾക്കും ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി TH രജിത. കേസിൽ 25 പ്രതികളും കുറ്റക്കാരാണെന്ന് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിരുന്നു. നിലമ്പൂരിലെ ഒറ്റമൂലി വൈദ്യന്റെ കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പ്രതികൾക്കെതിരെയാണ് നോട്ടീസ്. പ്രതികളെക്കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് അന്വേഷണ സംഘം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വിവാഹ സൽക്കാരത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. കഴക്കൂട്ടം NSS ഹാളിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെ കുത്തേറ്റത് കുന്നിനകം സ്വദേശി വിഷ്ണുവിന്. മുൻ വൈരാഗ്യം ആക്രമണത്തിന് കാരണമായെന്ന് പോലീസ്. KSRTCക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിൽ പരിമിതിയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രശ്നങ്ങൾ മാനേജ്മെന്റ് തന്നെ പരിഹരിക്കണമെന്ന് ധനമന്ത്രി. സംസ്ഥാനത്ത് പുതിയ ലോട്ടറി 50-50 എന്ന ലോട്ടറിയുടെ സമ്മാനത്തുക 1 കോടി രൂപ. നറുക്കെടുപ്പ് എല്ലാ ഞായറാഴ്ചയും. ടിക്കറ്റ് വില 50 രൂപ. തിരുവനന്തപുരത്ത് ട്രെയിൻ ഷണ്ടിങ്ങിനിടെ അപകടം. 2 പേർ ട്രെയിനിന് ഇടയിൽപ്പെട്ടു. റെയിൽവേ ജീവനക്കാരന് ഗുരുതര പരിക്ക്. അപകടം അമൃത എക്സ്പ്രസ് ഷണ്ടിങ്ങിനിടെ. കോഴിക്കോട് കൂളിമാട് ചാലിയാറിന് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ബീമാണ് തകർന്നത്. പാലം നിർമ്മാണം തുടങ്ങിയത് 2 വർഷം മുൻപാണ്. സംഭവത്തിൽ റിപ്പോർട്ട് തേടി മന്ത്രി PA മുഹമ്മദ് റിയാസ്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 2202 പോസിറ്റീവ് കേസുകളും 27 മരണവും. എന്റെ കേരളം പ്രദർശനമേള റിപ്പോർട്ടിംഗിൽ 24ന് 2 പുരസ്കാരം. മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ ഷഹദ് റഹ്മാന്. മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം K മുനീഫ് നേടി. മേള നടന്നത് മലപ്പുറം തിരൂരിൽ. ദേശീയ വാർത്തകൾ. കോർബെവാക്സിന്റെ വില കുറച്ചു. വാക്സിന്റെ വില 840 രൂപയിൽ നിന്ന് 250 രൂപയാക്കി. GST ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രികളിൽ നൽകേണ്ടത് ഡോസിന് 400 രൂപ. ഗ്യാൻവാപ്പി മസ്ജിദിലെ സർവേ നടപടി ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. ഗ്യാൻവാപ്പി മസ്ജിദിലെ സർവേ നടപടികൾ പൂർത്തിയായി. ചാർധാം യാത്രയ്ക്കിടെ ഈ വർഷം മരിച്ചത് 39 തീർത്ഥാടകരെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമാണ് മരണകാരണമെന്ന് ഉത്തരാഖണ്ഡ് ആരോഗ്യമന്ത്രി. പൂർണ്ണ ആരോഗ്യമുള്ളവർ മാത്രം തീർത്ഥയാത്രയ്ക്ക് എത്തിയാൽ മതിയെന്ന് നിർദ്ദേശം. ഡൽഹിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികളെ വിമർശിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് മുന്നറിയിപ്പില്ലാതെയെന്ന വിമർശനം. രേഖയുണ്ട് എന്ന് പറഞ്ഞവരുടെ രേഖകൾ പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ഡൽഹി മുഖ്യമന്ത്രി. ഡൽഹിയിൽ ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജലവിതരണ വകുപ്പ്. വസീറാബാദ് വാട്ടർ വർക്കിലേക്കുള്ള ഒഴുക്കിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് നടപടി. BJP നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 4 NCP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ശരത് പവാറിനെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ BJP നേതാവ് വിനായക് അംബേദ്കറിനെ മർദ്ദിച്ചതിനാണ് കേസ്. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ പേപ്പർ ചോർച്ച കേസിൽ 4 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. ഇന്ത്യയിലെ ഉഷ്ണതരംഗം ലോക ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന റിപ്പോർട്ട്. താപനില ഉൽപാദനക്കുറവിനും ഭക്ഷ്യ വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് വിലയിരുത്തൽ. രാജ്യത്ത് ചില്ലറ വിൽപ്പന വില അടിസ്ഥാനമാക്കി വിലക്കയറ്റം 8 വർഷത്തെ ഉയർന്ന നിരക്കിൽ. കുടക് ജില്ലയിലെ BJP MLA-മാർക്കെതിരെ പരാതി നൽകി SDPI. പൊന്നമ്പേട്ടിലുള്ള സായ് ശങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ ആയുധ പരിശീലനം നൽകിയെന്നാരോപിച്ചാണ് പരാതി. ആയുധ പരിശീലനത്തിന് BJP MLA-മാർ നേതൃത്വം നൽകിയതായി SDPI. ജമ്മുകശ്മീരിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 7 പേരെ അറസ്റ്റ് ചെയ്ത സുരക്ഷാ സേന. ബന്ദിപ്പോരയിൽ അടക്കം സമീപകാലത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ഭീകരർക്ക് സഹായം നൽകിയവരാണ് അറസ്റ്റിലായവരെന്ന് സേന. അന്താരാഷ്ട്ര വാർത്തകൾ.
രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ദേശീയ സമിതി രൂപീകരിക്കുമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ. സാമ്പത്തിക പ്രതിസന്ധി അപകടകരമായ നിലയിലെന്നും പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്നും ശ്രീലങ്കൻ പ്രധാനമന്ത്രി. ശമ്പളത്തിനും മരുന്നിനുമടക്കം നോട്ടടിക്കാനും നീക്കം. റഷ്യയിലുള്ള ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി മക്ഡൊണാൾഡ്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. ഉത്തര കൊറിയയ്ക്ക് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത് ദക്ഷിണ കൊറിയ. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത്. ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായാൽ കോവിഡ് വാക്സിനുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കാൻ തയ്യാറാണെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോൺ. ഹസൻ ഷെയ്ഖ് മുഹമ്മദ് സൊമാലിയുടെ പുതിയ പ്രസിഡന്റ്. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുല്ലാഹി മുഹമ്മദിനെ പരാജയപ്പെടുത്തി ഷെയ്ഖ് മുഹമ്മദ് സൊമാലിയുടെ പ്രസിഡന്റാകുന്നത് രണ്ടാം തവണ. കാലിഫോർണിയയിലെ പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്ക്. പിടിയിലായ അക്രമിയെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ കോവിഡ് ടെസ്റ്റ് നടത്താനൊരുങ്ങി ബെയ്ജിംഗ്. 12 ജില്ലകളിൽ 3 അധിക മാസ് ന്യൂക്ലിക് ആസിഡ് പരിശോധന. സമയബന്ധിതമായി നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കുന്നതിന് ഇത് സഹായിക്കുമെന്ന് അധികൃതർ. പെറുവിൽ ബസ് മറിഞ്ഞ അപകടം, 11 മരണം, 34 പേർക്ക് പരിക്ക്. നാറ്റോയിൽ അംഗത്വമെടുക്കാൻ ഔദ്യോഗിക തീരുമാനമെടുത്ത് സ്വീഡൻ. സ്വീഡിഷ് പാർലമെന്റ് തീരുമാനം വ്യക്തമായ ഭൂരിപക്ഷത്തോടെയെന്ന് പ്രധാനമന്ത്രി മഗ്ദലീന ആൻഡേഴ്സൺ. നടപടി നാറ്റോ അംഗമാകാനുള്ള ഫിൻലൻഡിന്റെ നീക്കത്തെ തുടർന്ന്. തുടർച്ചയായ വെടിവെപ്പിൽ നടുങ്ങി അമേരിക്ക. കാലിഫോർണിയയിലും ടെക്സസിലും വെടിവെപ്പ്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യമനിലെ വിമത നിയന്ത്രണ പ്രദേശത്ത് നിന്ന് ആദ്യ വാണിജ്യ വിമാനം സർവീസ് നടത്തി. സനയിൽ നിന്ന് ജോർദാൻ തലസ്ഥാനത്തേക്ക് പോയ വിമാനത്തിലുള്ളത് 126 യാത്രക്കാർ. സ്പോർട്സ് ന്യൂസ്. വിമൻസ് T20 ചലഞ്ചിനുള്ള ടീമുകളെ പ്രഖ്യാപിച്ച് BCCI. സൂപ്പർനോവ, ട്രെയിൻ ബ്ലേസേഴ്സ്, വെലോസിറ്റി എന്നിങ്ങനെ 3 ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ദീപ്തി ശർമ്മ എന്നിവർ ക്യാപ്റ്റന്മാർ. IPL ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം. പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തത് 17 റൺസിന്. ജയത്തോടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി ഡൽഹി. ഹണ്ടർ ന്യൂസിലേക്ക് തിരികെ. ഇനി ജില്ലാ വാർത്തകൾ. സംസ്ഥാനത്തെ സ്റ്റേജ് കാരേജുകളുടെ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ക്വാർട്ടറിലെ നികുതി പിഴ കൂടാതെ അടക്കുന്നതിനുള്ള കാലാവധി ജൂൺ 30 നീട്ടി. ഇന്ധന വർധനവും കോവിഡ് വ്യാപനവും മൂലം കണക്കിലെടുത്താണ് തീയതി നീട്ടിയതെന്ന് മന്ത്രി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളും ഫ്രണ്ട് ഓഫീസും ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ. NK പ്രേമചന്ദ്രൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മലയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 5 പേർക്ക് പരിക്ക്. വിവാഹ ചടങ്ങിനെത്തിയ എല്ലാവർക്കും വൃക്ഷത്തൈ നൽകി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകർ. പടയാനാർ കുളങ്ങര സ്വദേശി മുഹമ്മദ് ആസിഫ് ഖാൻ, ഷഹാന ദമ്പതികളുടെ വിവാഹത്തിനാണ് മാതൃകാപരമായ പരിപാടി നടന്നത്. ആലപ്പുഴയിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച സ്റ്റാളിനുള്ള പുരസ്കാരം പോലീസ് വകുപ്പിന്. കൃഷിവകുപ്പ് 2ാം സ്ഥാനം നേടി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ക്രൈസ്തവ പൈതൃക പ്രദർശനം നടന്നു. പരിപാടി ഇടവങ്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ. കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പ് നടത്തി. പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂരിൽ കുടുംബ വഴക്കിനിടെ മകൻ തള്ളിയിട്ട അച്ഛൻ മരിച്ചു. മാടപ്പാട് സ്വദേശി മാധവനാണ് മരിച്ചത്. മകൻ ഗിരീഷ് കസ്റ്റഡിയിൽ. കോട്ടയം ഇരട്ടപ്പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കിലേക്ക് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണു. അപകടം കോട്ടയം റബ്ബർ ബോർഡ് ഭാഗത്ത്. കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത് 7 മാസം മുൻപ്. കോട്ടയം മാന്നാനത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. അമ്മഞ്ചേരി കള്ളുഷാപ്പിന് സമീപം കണ്ടെത്തിയത് 2.5 അടി പൊക്കമുള്ള കഞ്ചാവ് ചെടി. കോട്ടയം തലയോലപ്പറമ്പിലെ നെൽകർഷകർ പ്രതിസന്ധിയിൽ. വിളവെടുപ്പ് പൂർത്തിയായിട്ടും നെല്ല് സംഭരണം വൈകുന്നുവെന്ന ആക്ഷേപം. സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച് പടിഞ്ഞാറേക്കര PN പണിക്കർ സ്മാരക നവോദയ ഗ്രന്ഥശാല. വൈക്കം SHO KG കൃഷ്ണൻ പോറ്റി ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭയ്ക്ക് ജലശക്തി അഭിയാൻ അവാർഡ്. അംഗീകാരം. ജലസ്രോതസ്സുകളുടെ പരിപാലനം, ഭൂഗർഭ സംരക്ഷണം എന്നിവ പരിഗണിച്ച്. കോട്ടയം ചിങ്ങവനത്ത് അജ്ഞാത വാഹനമിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചത് ചിങ്ങവനം സ്വദേശി സന്തോഷ്.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം റോഡ് അപകടാവസ്ഥയിൽ. സംരക്ഷണ ഭിത്തി തകർന്നു. ദേശീയപാത വിഭാഗത്തിന് പരാതികൾ നൽകിയെങ്കിലും നടപടിയില്ലെന്ന് ആക്ഷേപം. കാന്തല്ലൂരിലെ പെരടിപ്പള്ളം ഒളവയലിൽ കാട്ടാന ശല്യം. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തലനാരിഴയ്ക്കുന്ന നാട്ടുകാർ. ഇടുക്കിയിൽ ഏകദിന പഠന ശിബിരം സംഘടിപ്പിച്ച് അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്. PN ഹരികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി പീരുമേട്ടിൽ ക്യാമ്പ് ഫോർ വർക്ക് റിലേറ്റഡ് ആക്ടിവിറ്റി ക്രാഫ്റ്റ് പരിപാടി സംഘടിപ്പിച്ച് BRC. വാടൂർ സോമൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം പള്ളുരുത്തി നമ്പ്യാപുരത്ത് മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് നാട്ടുകാർ. വൃക്ക രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിപാടി. എറണാകുളം അർജുനൻ മലയിൽ പണി പൂർത്തീകരിച്ച വീടിന് താക്കോൽ ദാനം നടന്നു. വീട് നിർമ്മിച്ചു നൽകിയത് CPIM കൂത്താട്ടുകുളം ടൗൺ സൗത്ത് ബ്രാഞ്ച്. കരുമാലൂർ വെള്ളിയത്തുനാട് സഹകരണ ബാങ്ക് മില്ലുപടി കവലയിൽ സഹകരണ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മനക്കുളങ്ങരയിൽ ബാലസംഘം വേൽത്തുമ്പി പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കൊടകര, ചാലക്കുടി, ഒല്ലൂർ, മണ്ണുത്തി, തൃശൂർ തുടങ്ങി 5 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത കുട്ടികളാണ് പങ്കെടുത്തത്. CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി ഒരുക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണത്തിന് വിവാഹവേദിയിൽ സ്വർണ്ണമോതിരം സംഭാവനയായി നൽകി നവദമ്പതികൾ. വെള്ളിക്കുളങ്ങര സ്വദേശിയായ സിജോയും മനീഷയുമാണ് സംഭാവന നൽകി മാതൃകയായത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ALP സ്കൂൾ ശതാബ്ദി ആഘോഷം ഈ മാസം 17-18 തീയതികളിൽ നടക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ EM കൃഷ്ണദാസ് നിർവഹിക്കും. എസൻസ് ഗ്ലോബൽ തൃശൂരിന്റെ നേതൃത്വത്തിൽ ഏകദിന ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ സംഘടിപ്പിച്ചു. C രവിചന്ദ്രൻ, PB ഹരിദാസ്, ഷീനു വർഗീസ്, അജിത് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി. പാലക്കാട്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ഗാർഹിക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി ഷഹന കല്ലടി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷിക പരിപാടി എന്റെ കേരളം പരിപാടി നടന്ന ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ശുചീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടാണ് പരിപാടി. പ്രദർശനമേളയ്ക്കായി ഉപയോഗിച്ച 56,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തും അനുബന്ധ സ്ഥലങ്ങളിലുമാണ് ശുചീകരണം നടക്കുന്നത്. പാചകവാതക വിലവർധനക്കെതിരെ പ്രതിഷേധവുമായി മലപ്പുറം കൊണ്ടോട്ടി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതീകാത്മക വിറകു വിതരണം നടത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ കേരള ടീം അംഗമായ ഇരുമ്പിളിയം സ്വദേശി ഷിഖിൽ നമ്പ്രത്തിനെ അനുമോദിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി. ആബിദ് ഹുസൈൻ തങ്ങൾ MLA പൊന്നാട അണിയിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉയർത്താൻ 1,80,00,000 രൂപ റെയിൽവേ അനുവദിച്ചതായി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP. 1-2 പ്ലാറ്റ്ഫോമുകളെ ഹൈലെവൽ പ്ലാറ്റ്ഫോമാക്കി ഉയർത്തും. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരൂരിൽ നൃത്തസംഗീത തിയേറ്ററിക്കൽ ആവിഷ്കാരം സംഘടിപ്പിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലയിൽ നിന്നായി പങ്കെടുത്തത് 140 കലാകാരന്മാർ. സർവോദയം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം താനൂരിൽ കേളപ്പജി അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ MP C ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പുളിക്കൽ കരിക്കുളം മാങ്ങോട്ടി തോടിന് കയർഭൂ വസ്ത്രം വിരിച്ചു. പ്രവൃത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ബൈപ്പാസ് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റി. കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസ് റോഡ് 3ാം ഘട്ടം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് വളയം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ താമരശ്ശേരി തോട് ശുചീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെളിനീരൊഴുകും പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി. നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക് വർക്ക്ഷോപ്പിന് തുടക്കമായി. പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷനും പ്രിസം പദ്ധതിയും സംയുക്തമായി. വയനാട് പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുന്നിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരം. ജപ്തി ഭീഷണിയെ തുടർന്ന് അഭിഭാഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. വയനാട്ടിൽ സൗജന്യ കൃത്രിമക്കൈ കാൽ വിതരണ ക്യാമ്പ് നടത്തി. 3 ദിവസമായി നടത്തിയ ക്യാമ്പിൽ പങ്കെടുത്തത് 60-ലേറെ പേർ. കണ്ണൂർ കീഴളകത്ത് യുവാവിനെ സഹോദരൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ചെട്ടിയാപ്പറമ്പിലെ പള്ളിപ്പാട്ട് അഭിനേഷാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ അഖിലേഷ് പോലീസ് കസ്റ്റഡിയിൽ. KSRTC കണ്ണൂർ ഡിപ്പോ ആരംഭിച്ച മലയോര ഉല്ലാസയാത്ര എക്സ്പ്ലോർ മലയോരം ആരംഭിച്ചു. ആദ്യ സർവീസിന് ഇരിക്കൂർ MLA സജീവ് ജോസഫിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രവൃത്തികൾ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. പുഴയാത്ര സംഘടിപ്പിച്ച് കാസർഗോഡ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ്. ബേക്കൽ സബ് ഇൻസ്പെക്ടർ K സാലിം ഉദ്ഘാടനം നിർവഹിച്ചു. എന്റർടൈൻമെന്റ് ന്യൂസ്. നടൻ അക്ഷയ് കുമാർ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കില്ല. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിലെന്ന് താരത്തിന്റെ ട്വീറ്റ്.
ഫാക്ട് ചെക്ക്. ഈ മാസം 18 മുതൽ തമിഴ്നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കും എന്ന തരത്തിൽ ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ സത്യാവസ്ഥ പരിശോധിക്കാം. സാധാരണ ബസ് മുതൽ ലക്ഷറി ബസ് വരെയുള്ളവയിൽ സഞ്ചരിക്കാൻ ഈ മാസം 18 മുതൽ അധിക ചാർജ് നൽകേണ്ടി വരുമെന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. നിലവിലുള്ള ബസ് ചാർജും പുതുക്കിയ ബസ് ചാർജും സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ് യാത്രയ്ക്കുള്ള മിനിമം നിരക്ക് 3 രൂപയിൽ നിന്ന് 5 രൂപയായി വർദ്ധിപ്പിച്ചതായും വാർത്ത പങ്കുവച്ചവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അടുത്തായി തമിഴ്നാട് സർക്കാർ ബസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2018 തമിഴ്നാട്ടിൽ അവസാനമായി ബസ് നിരക്കിൽ വർധനവുണ്ടായത്. അന്നത്തെ നിരക്ക് വിവരങ്ങളാണ് ഇപ്പോഴത്തേത് എന്ന രീതിയിൽ പ്രചരിക്കുന്നത്. നാളത്തെ വാർത്തകൾ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 20,808 വീടുകളുടെ താക്കോൽ കൈമാറ്റത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. തിരുവനന്തപുരം കഠിനകുളം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ അമിരുദ്ദിന്റെയും ഐഷ ബീവിയുടെയും വീടിന്റെ ഗൃഹപ്രവേശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി MV ഗോവിന്ദനും പങ്കെടുക്കും. സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് നടത്തുന്ന പട്ടയമേള നാളെ തിരുവനന്തപുരം നെടുമങ്ങാട് നടക്കും. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാവിലെ 11 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാകും പ്രധാനമന്ത്രി പങ്കെടുക്കുക. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക സ്റ്റാമ്പ് നാളെ പുറത്തിറക്കും. വയനാട്ടിൽ യന്ത്രസഹായത്തോടെ മണ്ണെടുക്കുന്നതിന് നാളെ മുതൽ നിരോധനം. ഓഗസ്റ്റ് 31 വരെ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവ്. മഴ മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. IPL നാളെ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.